മഴയാണ്. നമുക്ക് മഴ കാലവർഷമൊക്കെ തുടങ്ങി. നമുക്ക് ഈ അടുത്തെന്ന് പറഞ്ഞാൽ ജൂണാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള ടൈമിങ്ങൊക്കെ തുടങ്ങി. പാവം പെട്ടെന്ന് അവരുടെ വെക്കേഷനൊക്കെ തീർന്നു. അപ്പം ഞാൻ അവർക്ക് പറ്റിയൊരു ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം അതായത് അവർ ഇപ്പോൾ എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ LKG കയറുവാണ്. അപ്പോൾ LKG കയറുമ്പോൾ അവൻ ഒരു സ്കൂളിലോട്ട് ഫസ്റ്റായിട്ട് പോകണേന്. കാരണം അംഗനവാടി ഉണ്ടെങ്കിലും അവൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ബേസിക് കാര്യങ്ങൾ മതിയായിരുന്നു. പക്ഷെ സ്കൂളിലോട്ട് പോകുന്ന പറഞ്ഞത് അത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് ആദ്യത്തെ അനുഭവമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ അവന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാനൊരു ലിസ്റ്റ് റെഡിയാക്കി. അത് ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ലിസ്റ്റ് റെഡിയാക്കി. ഒരു 48 ഐറ്റങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അത് ബേസിക്കായിട്ട് വരുന്നത് നമ്മൾ ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോക്സ്, മറ്റേ ടിഫിൻ ബോക്സ്, ഷൂസ്, അങ്ങനെ നോട്ട് ബുക്ക്, അങ്ങനെയൊക്കെ മെയിനായിട്ടാണ്. അത് കൂടി അതൊക്കെ നമ്മൾ എല്ലാവരും വാങ്ങും. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ആദ്യം റെഡിയാക്കുക. എന്നിട്ട് മെയിനായിട്ട് ഇപ്പോൾ 48 ഐറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. ഓക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ പെൻസില്, ഷേപ്പർ, പിന്നെ ഓരോരോ സാധനങ്ങൾ നമ്മൾ കൂടുതൽ പെൻസ്, അങ്ങനെ പേന, അങ്ങനെ എല്ലാം വാങ്ങുമ്പോൾ അതെല്ലാം ഒരു ഡെപ്പിയായിട്ട് വാങ്ങാൻ നോക്കുക. അതുകൂടാതെ ഇതിൽ എഴുതിയേക്കണം എന്ന് പറഞ്ഞാൽ ചാർട്ട് പേപ്പർ, ബോണ്ട് പേപ്പർ, മാർക്കർ പെന്ന്, കാൽക്കുലേറ്റർ, വൈറ്റ് ലൈനർ, പിന്നെ ഹൈലൈറ്റർ, പിന്നെ ഷേപ്പർ, അങ്ങനെ എല്ലാം, അങ്ങനെ ഓരോ ഐറ്റങ്ങളാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഓരോ ആലോചിച്ച് എഴുതിയതാണ്. അപ്പോൾ ഇത് വേണ്ട ലിസ്റ്റ് വേണ്ട ആൾക്കാർക്ക് ഞാൻ എൻ്റെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ലിസ്റ്റ് എഴുതി തരാം. എൻ്റെ ലിസ്റ്റ് ഞാൻ തരാം. അപ്പോൾ കളർ പെന്ന്, പെൻസിൽ ബോക്സ്, അങ്ങനെ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ഫയൽസ്, പിന്നെ ബോണ്ട് പേപ്പർ, ചാർട്ട് പേപ്പർ, അങ്ങനെ കളർ പേപ്പർ, അങ്ങനെ ഓരോരോ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഗ്ലിറ്റർ പെന്ന്, ഇതൊക്കെ വാങ്ങി വെക്കണം ഏറ്റവും ബെറ്റർ ആയിരിക്കും. കൂടുതൽ ഒരു LKG തൊട്ട് ഒരു 7th വരെ, 7th വരെ പഠിക്കുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. കാര്യം പെട്ടെന്ന് അവർക്ക്, നമ്മളിപ്പോൾ എല്ലാവരും ജോലിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഇവർ വന്ന് നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും, ചാപ്റ്റർ പേപ്പറിൽ ഒരു വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നൈറ്റ് ആ സമയത്ത് കടയിലോട്ട് ഓടുന്നത് നല്ലത്. അതിനേക്കാളും നല്ലത് നമ്മൾ ഇതെല്ലാം വാങ്ങി സേവ് ചെയ്ത് വെക്കുക. നല്ലൊരു ബാഗിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും നല്ല രീതിയിൽ സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കുക. കാരണം അത്രയും ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാവരും ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുക. ഞാൻ എന്തായാലും വാങ്ങിയിട്ടില്ല. ഇന്നോ നാളെ പോയി ഞാൻ വാങ്ങും. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം